യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയക്കുന്നതും വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോയുടെയോ ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് 1000-ൽ കൂടുതൽ സബ്സ്ക്രൈബർ തിരഞ്ഞെടുത്തതിന് ശേഷം വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്യുക. ഈ ക്രോം ബ്രൗസർ അല്ല നമുക്കിവിടെ വേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണോ? ഇനി അതല്ല, വാച്ചവർ കൂടുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല എന്ന വിഷമത്തിലാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയക്കുന്നതും ഹോം പേജിലൂടെ റെക്കമെൻഡ് ചെയ്യുന്നതും ആദ്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തായിരിക്കും. ഇന്ന് ഞാൻ ഈ പറയുന്ന രീതിയിലൂടെ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ലോങ് വീഡിയോയുടെയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോയുടെയോ ലിങ്ക് കോപ്പി ചെയ്ത് ഗൂഗിൾ ക്രോമിൽ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വെറും 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് 1000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ലഭിക്കും. യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ആയ 1000 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ കംപ്ലീറ്റ് ആക്കാനും കഴിയും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഒത്തിരി യൂട്യൂബേഴ്സ് ട്രൈ ചെയ്തിട്ട് അവർക്ക് 1000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമന്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതിനു വേണ്ടിയിട്ട് ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡെമോ ചാനൽ ഇവിടെ സൈഡ് സ്ക്രീനിലൂടെ കാണിക്കാം. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത, നന്നായിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ടോ ആണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ സൈഡ് സ്ക്രീനിലൂടെ കാണിക്കുന്നത് പോലെ തിരഞ്ഞെടുത്തതിന് ശേഷം വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്യുക. ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് വീഡിയോയുടെ ലിങ്ക് ആണ് കോപ്പി ചെയ്തത്. ഇനി ഇത് പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. അവിടെ മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ക്രോം ബ്രൗസർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ മൊബൈലിൽ ക്രോം ബ്രൗസർ ഇൻസ്റ്റാൾഡ് ആണ്. ഈ ക്രോം ബ്രൗസർ അല്ല നമുക്കിവിടെ വേണ്ടത്. ഞാനിവിടെ സൈഡ് സ്ക്രീനിലൂടെ കാണിക്കുന്ന ഈ ക്രോം ബ്രൗസർ അല്ല നമുക്ക് ആവശ്യം. അതിന് വേണ്ടിയിട്ട് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. നമുക്ക് ക്രോം ബീറ്റ എന്ന് പറയുന്ന ഒരു ആപ്പ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഓൾറെഡി ഞാനിവിടെ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിന്റെ താഴെയായി നിങ്ങൾക്ക് കാണാൻ കഴിയും യൂസ് വിത്തൗട്ട് ആൻ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജ് ഓപ്പൺ ആയി വരും. അവിടെ ഗോ ഇറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഗൂഗിളിൽ നിന്നും സബ്സ്ക്രൈബേഴ്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിലും ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മുകളിലായി കാണുന്ന സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് സെറ്റിംഗ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മുകളിലെ സെർച്ച് ബാറിൽ നിം ടൂൾ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ താഴെയായിട്ട് നിം ടൂൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് 2 സൈറ്റ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന് എന്ന് പറയുന്നത് ഫ്രീ യൂട്യൂബ് ഷോർട്സ് ബാക്ക്ലിങ്ക് ജനറേറ്റർ, രണ്ടാമത്തത് എന്ന് പറയുന്നത് യൂട്യൂബ് ബാക്ക്ലിങ്ക് ജനറേറ്റർ. അപ്പോൾ ഇങ്ങനെ 2 സൈറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ ലോങ് വീഡിയോയുടെ ലിങ്ക് ആണ് കോപ്പി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ബാക്ക്ലിങ്ക് ജനറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ഷോർട്ട് വീഡിയോയുടെ ലിങ്ക് ആണ് കോപ്പി ചെയ്തത്, അതുകൊണ്ട് ഞാനിവിടെ ഫ്രീ യൂട്യൂബ് ഷോർട്സ് ബാക്ക്ലിങ്ക് ജനറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. ഇവിടെ മുകളിലായി കാണുന്ന ടൈപ്പ് എനി വേർഡ് ടു സെർച്ച് SEO ടൂൾ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കോപ്പി ചെയ്ത വീഡിയോയുടെ ടൈറ്റിൽ ഇവിടെ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മൈ ഫസ്റ്റ് വ്ളോഗ് ഇൻ വീഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ താഴെയായിട്ട് യൂട്യൂബ് ഷോർട്സ് ബാക്ക്ലിങ്ക് ജനറേറ്റർ എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെയാണ് കോപ്പി ചെയ്ത ലിങ്ക് കൊടുക്കേണ്ടത്. ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഷോർട്ട് വീഡിയോയുടെ ലിങ്ക് ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക. അല്ലാതെ ഷോർട്ട് വീഡിയോയുടെ ലിങ്ക് കൊടുക്കേണ്ടടുത്ത് നമ്മുടെ ലോങ് വീഡിയോയുടെ ലിങ്ക് കൊടുക്കരുത്. എങ്കിൽ ഇത് വർക്കൗട്ട് ആവില്ല. ഈ സബ്മിറ്റ് കൊടുക്കാം. ഇവിടെ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ലിങ്ക് കാണാനായിട്ട് കഴിയും. ഈ ഓരോ ലിങ്കും ഓരോ ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുക എന്നുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയാണ് കൂടുന്നത് എന്ന് വെച്ചാൽ, ഈ ലിങ്കുകളിൽ കാണുന്ന ഗ്രൂപ്പുകളിൽ ആഡായിട്ടുള്ളവരെല്ലാം പരസ്പരം സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ആഡായിട്ടുള്ളവരാണ്. നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ആഡാവുകയോ പരസ്പരം സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ലോങ് വീഡിയോയുടെയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോയുടെയോ ലിങ്ക് കോപ്പി ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അതല്ല, നിങ്ങളുടെ ചാനലിലുള്ള വീഡിയോ ഷോർട്ടോ നിങ്ങൾക്ക് ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നില്ല എങ്കിൽ നല്ല രീതിയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പറയുന്ന പ്രൊസീജിയർ നിങ്ങൾ ചെയ്താൽ മതി. ഉറപ്പായിട്ടും നമ്മുടെ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ ആയ 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഗെയിൻ ചെയ്ത് ആ ഒരു ക്രൈറ്റീരിയ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.